ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഒരുപാടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, വളരെ കുറഞ്ഞ 10 സെൻറ്റൻസസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു സെൻറ്റൻസ് ആണ്. ഇപ്പോൾ വീണ്ടും. ഇപ്പോൾ വീണ്ടും ഇതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയുക? ഇപ്പോൾ എന്നുള്ളതിന് എങ്ങനെയാണ് പറയുക? നൗ. വീണ്ടും എഗെയിൻ. സെൻറ്റൻസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ പറയാം? ഇപ്പോൾ വീണ്ടും. നൗ ആൻഡ് എഗെയിൻ. നൗ ആൻഡ് എഗെയിൻ. നൗ ആൻഡ് എഗെയിൻ. ഇപ്പോൾ വീണ്ടും. നിനക്ക് അസുഖമാണോ? നിനക്ക് അസുഖമാണോ? അല്ലെങ്കിൽ നിനക്ക് സുഖമില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുക? ആർ യു സിക്ക്? ആർ യു സിക്ക്? സിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖമില്ലാത്ത അവസ്ഥയ്ക്കാണ് എന്ത് പറയുക? സിക്ക്. ആർ യു സിക്ക്? നിനക്ക് അസുഖമാണോ? ഇത് ശരിയാണോ? ഇത് ശരിയാണോ? എങ്ങനെ ചോദിക്കും? ഈസ് ദിസ് കറക്റ്റ്? ഈസ് ദിസ് കറക്റ്റ്? ഇത് ശരിയാണോ? ഇത് ശരിയാണോ? ഈസ് ദിസ് കറക്റ്റ്? ഈ ഷൂസ് ധരിക്കുക. ഈ ഷൂസ് ധരിക്കുക. പുട്ട് ഓൺ ദീസ് ഷൂസ്. പുട്ട് ഓൺ ദീസ് ഷൂസ്. ഈ ഷൂസ് ധരിക്കുക. പുട്ട് ഓൺ ദീസ് ഷൂസ്. സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചു. എങ്ങനെ പറയണം? സൂര്യൻ എങ്ങനെ പറയാം? സൺ. അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചു. ദ സൺ ഈസ് ഔട്ട്. ദ സൺ ഈസ് ഔട്ട്. സൂര്യൻ അസ്തമിച്ചു. ഞാനൊരു നായയെ കാണുന്നു. ഞാനൊരു നായയെ കാണുന്നു. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അതിനെ എങ്ങനെ പറയാം? ഐ സീ എ ഡോഗ്. ഐ സീ എ ഡോഗ്. ഞാനൊരു നായയെ കാണുന്നു. ഐ സീ എ ഡോഗ്. ഇതാ ഒരു എലി. ഇതാ ഒരു എലി. ഹിയർ ഇസ് എ റാറ്റ്. ഹിയർ ഇസ് എ റാറ്റ്. ഇതാ ഒരു എലി. ഹിയർ ഇസ് എ റാറ്റ്. ലജ്ജിക്കരുത്, അല്ലെങ്കിൽ നാണിക്കരുത്, അല്ലെങ്കിൽ നാണിക്കേണ്ടതില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതെങ്ങനെ പറയാം? ഡോണ്ട് ബി ഷൈ. ഡോണ്ട് ബി ഷൈ. ലജ്ജിക്കരുത്, അല്ലെങ്കിൽ നാണിക്കരുത്, നാണിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഡോണ്ട് ബി ഷൈ. ടേബിൾ സജ്ജമാക്കുക. ടേബിൾ സജ്ജമാക്കുക. അതെങ്ങനെ പറയാം? സെറ്റ് ദ ടേബിൾ. സെറ്റ് ദ ടേബിൾ. ടേബിൾ സജ്ജമാക്കുക. സെറ്റ് ദ ടേബിൾ. ലാസ്റ്റ് എന്ന് പറയുന്നത് ക്ഷമയോടെ ഇരിക്കുക. ക്ഷമയോടെ ഇരിക്കുക. ക്ഷമ എന്നുള്ളതിന് എങ്ങനെ പറയാം? പേഷ്യൻസ്. പേഷ്യൻസ്. ക്ഷമയോടെ ഇരിക്കുക. ഹാവ് പേഷ്യൻസ്. ഹാവ് പേഷ്യൻസ്. ക്ഷമയോടെ ഇരിക്കുക. ഹാവ് പേഷ്യൻസ്. അപ്പോൾ നിത്യജീവിതത്തിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 10 സെൻറ്റൻസ് മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതലും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിക്കാൻ ആരും മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.